നിയമസഭാ തെരഞ്ഞെടുപ്പിന് വമ്പൻ മുന്നൊരുക്കങ്ങളുമായി UDF. PV അൻവറിന്റെയും CK ജാനുവിന്റെയും പാർട്ടികളെ UDF-ൽ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ കൊച്ചിയിൽ ചേർന്ന ഏകോപന സമിതിയിൽ തീരുമാനമായി. മൂന്നാം പിണറായി സർക്കാർ വരില്ല, ഉറപ്പായി വരില്ലല്ലോ. ഞങ്ങളുടെ വിജയം 100 സീറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. തോറ്റെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അവർ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തോറ്റിട്ടില്ല എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഒരു തിരുത്തലും ഇല്ല എന്നുള്ളതാണ്. ജനുവരി 15-നകം സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കും. ജനുവരി 30-നകം സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ ഘടകകക്ഷികൾക്ക് നിർദ്ദേശം നൽകി. 140 സീറ്റും സ്ഥാനാർത്ഥികളെ ഒന്നിച്ച് പ്രഖ്യാപിക്കാനാണ് തീരുമാനം. ഫെബ്രുവരി ആദ്യവാരം പ്രകടന പത്രികയും പ്രകാശനം ചെയ്യും. സജോ ദേവസ്യാണ് നമുക്കൊപ്പം ചേരുന്നത്. സജോ ദേവസ്യ, ഗുഡ് ഈവനിംഗ്. UDF എല്ലാം കൊണ്ടും തയ്യാറെടുക്കുകയാണ്, മുന്നേ ഇറങ്ങുകയാണ്. 100 സീറ്റാണ് ലക്ഷ്യമല്ലേ? സുജയ, തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയത്തിന്റെ വലിയ ആത്മവിശ്വാസത്തിലാണ് UDF നേതൃത്വം. ഇനി മുന്നിലുള്ളത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ഇന്നത്തെ UDF ഏകോപന സമിതി യോഗത്തോടുകൂടി നിയമസഭാ തിരഞ്ഞെടുപ്പിലുള്ള റോഡ് മാപ്പ്, കൃത്യം കർമ്മ പദ്ധതി തയ്യാറായി എന്നാണ് UDF നേതൃത്വം പറയുന്നത്. ഏറ്റവും പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്ന്, സീറ്റ് വിഭജനം തർക്കങ്ങളില്ലാതെ അതിവേഗം പൂർത്തീകരിക്കുക. അത് പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥി നിർണയവും സമാന രൂപത്തിൽ വേഗത്തിൽ പൂർത്തീകരിക്കുക. ഇതാണ് പ്രധാന ലക്ഷ്യമായി ഇപ്പോൾ മുന്നിലുള്ളത്. അതിനൊപ്പം തന്നെ വിപുലമായ പ്രകടന പത്രികയും തയ്യാറാക്കും. ക്യാമ്പയിൻ സ്ട്രാറ്റജി ഇപ്പോൾ തന്നെ മുന്നിലുണ്ട്. അത് കൂടുതൽ വിപുലമായ രീതിയിൽ തയ്യാറാക്കും. ജനുവരി 15-നകം ഉഭയകക്ഷി ചർച്ച വിവിധ പാർട്ടികളുമായി പൂർത്തീകരിക്കും. പിന്നീട് ജനുവരി 30-നകം കക്ഷികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണം തർക്കങ്ങളില്ലാതെ എന്നതാണ് പാർട്ടികൾക്ക് നൽകിയിരിക്കുന്ന UDF നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെ വന്നാൽ ഫെബ്രുവരി ആദ്യവാരം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയും. പതിവിന് വിരുദ്ധമായി ഇത്തവണ മുഴുവൻ സ്ഥാനാർത്ഥികളെയും 140 സീറ്റിലെ സ്ഥാനാർത്ഥികളെയും ഫെബ്രുവരി ആദ്യം UDF നേതൃത്വം ഒന്ന് ചേർന്ന് ഒരുമിച്ച് പ്രഖ്യാപിക്കും. വെവ്വേറെയുള്ള പ്രഖ്യാപനമില്ല എന്നതാണ് തീരുമാനം. ഫെബ്രുവരി ആദ്യവാരം തന്നെ കേരള യാത്ര, പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന കേരള യാത്ര നടക്കും. അതിൽ പ്രകടന പത്രികയും സ്ഥാനാർത്ഥികളെയും അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിലേക്ക് കടക്കും. ഒപ്പം ക്യാമ്പയിൻ സ്ട്രാറ്റജി വളരെ വിപുലപ്പെടുത്തിയുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ അതിവേഗം ബഹുദൂരമുള്ള ഒരു സ്ട്രാറ്റജി തയ്യാറായിട്ടുണ്ട്. എത്രത്തോളം എങ്ങനെ നടപ്പാകും എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. പക്ഷേ ഇതാണ് UDF ഇപ്പോൾ തീരുമാനമായി എടുത്തിട്ടുള്ളത്. സുജയ.